അങ്ങനെ നമ്മൾ കേക്കിന്റെ സർപ്രൈസ് പൊളിക്കാൻ പോവാണ്. ഏട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ കേക്ക് എന്തോ കൊടുക്കാൻ മറന്നു എന്ന് വെച്ചിട്ടാട്ടോ ചോദിച്ചത്. ഇന്നാണ് പിറന്നാളെന്ന് പറഞ്ഞപ്പം ഇന്നാണോ എന്നൊക്കെ ഒരു സംശയമായിരുന്നു. ഞങ്ങൾ എപ്പോൾ മുള്ളൂർക്കര വന്നാലും അമ്പലത്തിൽ വന്ന് തൊഴാറുള്ള കാരണം ഏട്ട ഈ സർപ്രൈസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നേ. പിന്നെ അമ്പലത്തിൽ തൊഴുതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കരയോഗത്തിലേക്ക് വന്നേക്കാണേ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ പിള്ളേരുടെയും വലിയവരുടെയും ഒക്കെ പാട്ടും ഡാൻസുകളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ കണ്ടോണ്ടിരിക്കുമ്പോഴാട്ടോ പെട്ടെന്ന് അഞ്ജു ഉമേഷ് എന്നൊരു പേര് അനൗൺസ് ചെയ്തത്. എന്തിനാണെന്നൊന്നും ആദ്യം മനസ്സിലായില്ല. പാട്ട് പാടാനെന്ന് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഞാനും കയറി ഒരു പാട്ടൊക്കെ പാടിയേ. അപ്പോഴേക്കും എന്താ ഉച്ചയായിട്ടുണ്ടായിരുന്നേ. ഇനി പറയണ്ടല്ലോ, നമ്മുടെ സ്ഥിരം കലാപരിപാടി തന്നെ. നല്ല പാലട പായസം കൂട്ടിയിട്ട് അടിപൊളി സദ്യ അങ്ങോട്ട് കഴിച്ചേ. വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ നമ്മുടെ കുറച്ച് ചേച്ചിമാരെയൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എല്ലാവരും ഞാൻ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടേ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ എന്താ കുറച്ച് നേരം വിളമ്പാനൊക്കെ നിന്ന് കേട്ടോ. അങ്ങനെ പിന്നെ വൈകുന്നേരം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് സന്ധ്യ ആയപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യുകയാണേ. അങ്ങനെ ഞങ്ങളിതാ കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഇനി രാത്രി പോകുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അമ്മ. അങ്ങനെ ഇതാ കറിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോരാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു കേക്ക് ഞങ്ങൾക്ക് തന്നിട്ടേ പോവാവൂന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ അമ്പലപ്പറമ്പിൽ എത്തിയപ്പം എല്ലാവരും അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തേ. അപ്പോൾ ഏട്ടൻ്റെ ഇപ്രാവശ്യത്തെ പിറന്നാളും ഞങ്ങളിത് അടിച്ചു പൊളിച്ചു കേട്ടോ. അപ്പം ഇന്ന് അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.